മൺസൂൺ തുടങ്ങിയതോടെ ദേശീയപാതയിലെ നിർമ്മാണം നടക്കുന്ന ഭാഗം ഉടനീളം ചെളിക്കുളമായിരിക്കുന്നു. ഗതാഗതക്കുരുക്കിനിടയിലെ ടോൾ പിരിവ് യാത്രാ ദുരിതം ഇരട്ടിയാക്കുന്നതിനെതിരെ പ്രതിഷേധം കനക്കുന്നതിനിടെയാണ് ഇന്ന് ഹൈക്കോടതിയുടെ ഇടപെടൽ വന്നത്. ഇടപ്പള്ളി മണ്ണൂത്തി ദേശീയപാതയിലെ പാലിയക്കര ടോൾ പിരിവ് താൽക്കാലികമായി തടഞ്ഞിരിക്കുകയാണ് കോടതി. 4 ആഴ്ചത്തേക്കാണ് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് ടോൾ പിരിവ് തടഞ്ഞത്. ഉത്തരവ് ലഭിക്കും വരെ പിരിവ് തുടരുമെന്നായിരുന്നു ടോൾ അധികൃതരുടെ നിലപാട്. ഇടപെട്ട AIYF പ്രവർത്തകർ ബാരിക്കേഡ് ഉയർത്തി വാഹനങ്ങൾ കടത്തിവിട്ടു. കുളമായി കിടന്ന റോഡിലെ പിരിവിന്റെ നീതികേട് RDX വിശദമായി പരിശോധിക്കുന്നു. ആദ്യം RDX റാം. രൂക്ഷമായ ഗതാഗതക്കുരുക്ക് കണക്കിലെടുത്ത് പാലിയക്കരയിലെ ടോൾ പിരിവ് നിർത്തിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, ഷാജി കോടക്കണ്ടത്ത് തുടങ്ങിയവർ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ എത്രയും വേഗം പരിഹാരം കാണണമെന്ന നിർദ്ദേശത്തോടെയാണ് 4 ആഴ്ചത്തേക്ക് ടോൾ പിരിവ് നിർത്തിവയ്ക്കാൻ ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ്, ജസ്റ്റിസ് ഹരിശങ്കർ V മേനോൻ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടത്. ദൈനംദിന ജീവിതത്തിൽ ജനങ്ങൾ ബുദ്ധിമുട്ടുന്നത് കോടതി മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലുള്ള വിധി സന്തോഷകരമെന്ന് ജോസഫ് ടാജറ്റ്. ഈ ഒരു വിധി കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമ്മളെ സംബന്ധിച്ച് ഇത് ശാശ്വതമായി ഈ കമ്പനിയെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തേണ്ട കമ്പനിയാണ്. ഏതാനും കിലോമീറ്റർ മാത്രമാണ് ഗതാഗതക്കുരുക്കുള്ളത് എന്നായിരുന്നു ദേശീയപാത അതോറിറ്റിയുടെ വിശദീകരണം. ചെറിയ ദൂരത്തിൽ മാത്രം അനുഭവപ്പെടുന്ന ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ സർവീസ് റോഡിലൂടെ ഗതാഗതം തിരിച്ചുവിട്ടിരിക്കുകയാണെന്ന് ന്യായം പറഞ്ഞു നോക്കി. കുരുക്ക് പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്ന് സംസ്ഥാന സർക്കാരും വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഗതാഗതക്കുരുക്കിന് പരിഹാരമായില്ലെന്ന ഹർജിക്കാരുടെ വാദം അംഗീകരിച്ചാണ് കോടതി നടപടി. RDX റാപ്പ്, ന്യൂസ് മലയാളം. മണിക്കൂറുകൾ നീളുന്ന ഗതാഗതക്കുരുക്ക് കാരണം യാത്രക്കാർ ദുരിതത്തിലാണ്. ഇടപ്പള്ളി മണ്ണൂത്തി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് സഹന പരിധിക്കും മീതെയാണ്. പ്രതിസന്ധി പുതുക്കാട്, മുരിങ്ങൂർ, കൊരട്ടി, ചിറങ്ങര അടിപ്പാത നിർമ്മാണം നടക്കുന്നതുകൊണ്ടാണ്. റോഡ് മോശമാണെങ്കിൽ ടോൾ പിരിക്കുന്നത് ശരിയാണോ എന്ന് ഹൈക്കോടതി ചോദിച്ചിരുന്നു. ദേശീയപാത 544-ൽ ടോൾ പിരിവിന് കരാറെടുത്തത് ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ എന്ന കമ്പനിയാണ്. ടോൾ പിരിവിന് അധികാരം തൃശൂർ, അങ്കമാലി, ഇടപ്പള്ളി റൂട്ടിൽ 64.94 കിലോമീറ്റർ ദൂരത്താണ്. 2012-2028 വരെയാണ് ടോൾ പിരിവിന് കമ്പനിക്ക് അനുവദിച്ച കാലാവധി. കരാർ പ്രകാരം കമ്പനി നിർമ്മാണ പ്രവർത്തനത്തിന് ചെലവിട്ടത് 825 കോടി രൂപയാണ്. 2023 ഡിസംബർ 31 വരെയുള്ള കാലയളവിൽ 1316 കോടി രൂപ കമ്പനി പിടിച്ചെടുത്തു. തുടക്കത്തിൽ 10,000 വാഹനം 3 കോടി രൂപ ടോൾ എന്നതായിരുന്നു മാസക്കണക്ക്. ഇപ്പോൾ അതിൻ്റെ 5 ഇരട്ടിയോളമാണ് കമ്പനിയുടെ ടോൾ വരുമാനം. കാലാവധി അവസാനിപ്പിക്കുമ്പോഴേക്കും 2,200 കോടിക്കും 4,400 കോടിക്കും ഇടയിൽ വരുമാനം കമ്പനിക്ക് കിട്ടും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. കരാർ കമ്പനി ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചറിനെതിരെ ഉയർന്നത് നിരവധി പരാതികളാണ്. 2012-ൽ കമ്പനി ടോൾ പിരിവ് തുടങ്ങി. കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് നൽകിയത് 2016-ലാണ്. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ടോൾ പിരിവെന്ന് 2022-ൽ NHAI കണ്ടെത്തി. CBIയും EDയും ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചറിന്റെ കരാർ ലംഘനം കണ്ടെത്തി. ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചറിന് ഇതുവരെ പിഴയിട്ടത് 2,129 കോടി രൂപയാണ്. തുടർന്നും ടോൾ പിരിവിന് കേന്ദ്ര സംസ്ഥാന സർക്കാർ സഹായം എന്നുള്ള ആക്ഷേപമാണ് ഉയരുന്നത്. പരാതികൾ ഉയരുന്നതിനിടെ 2024 സെപ്റ്റംബറിലും കമ്പനി ടോൾ നിരക്ക് ഉയർത്തി. വ്യവസ്ഥ ലംഘിച്ചാൽ കമ്പനിയെ കരാറിൽ നിന്ന് ഒഴിവാക്കാം. NHAI നടപടി സ്വീകരിച്ചില്ല. അപ്പോഴും കരാർ പ്രകാരം സജ്ജമാക്കേണ്ട പല സൗകര്യങ്ങളും പൂർത്തീകരിച്ചില്ല. പ്രദേശവാസികൾ ഉപയോഗിച്ചിരുന്ന സമാന്തര പാത അടച്ചുകെട്ടിയത് വലിയ വിവാദമായി. 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള താമസക്കാർക്ക് യാത്രാ ഇളവിന് വേണ്ടിയൊരു ധാരണയായത് നിരവധി ചർച്ചകൾക്ക് ശേഷമാണ്. ഇളവ് നൽകിയത് സംസ്ഥാന സർക്കാർ തുക കെട്ടിവയ്ക്കുമെന്ന ധാരണയുടെ അടിസ്ഥാനത്തിലായിരുന്നു എന്നതുകൂടി ഓർക്കണം. എന്തായാലും സനീഷ്, ഈ പാലിയക്കര ടോൾ പ്ലാസയുടെ കാര്യം നമ്മളിപ്പോൾ പ്രത്യേകിച്ച് ചർച്ച ചെയ്യേണ്ടതില്ല ആ നിലയ്ക്ക്. കാരണം അവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ ഗതാഗതക്കുരുക്ക് മാത്രമല്ല, തുടർച്ചയായ അവിടെ ഒരു ഗുണ്ടകളെ പോലെ അവിടുത്തെ ജീവനക്കാർ പെരുമാറുന്നു എന്നുള്ളത് പതിവായ ആരോപണമാണ്. നമ്മളൊക്കെ എത്രയോ വാർത്തകൾ അതുമായി ബന്ധപ്പെട്ട് കണ്ടിരിക്കുന്നു. സോഷ്യൽ മീഡിയയിലാണെങ്കിലും ധാരാളം ആളുകൾ ഇത്തരം പരാതി പങ്കുവയ്ക്കാറുണ്ട്. നമ്മളും അതിലേക്ക് കടന്നു പോകുമ്പോൾ ഒരു സാധാരണ പല മാനദണ്ഡങ്ങളും പല നിബന്ധനകളും ഒക്കെ ഉണ്ട് ഇക്കാര്യത്തിൽ. ഇപ്പോൾ 5 വാഹനങ്ങൾ ആ ക്യൂവിലുണ്ടെങ്കിൽ വാഹനങ്ങൾ കടത്തിവിടണം. ടോൾ പിരിവിന് കാത്തു നിൽക്കാതെ അങ്ങനെ ഒരു ട്രാഫിക് ബ്ലോക്ക് അവിടെ ഉണ്ടാവരുത് എന്നടക്കം പറയുന്നുണ്ട്. പക്ഷേ നമ്മളൊക്കെ പോകുമ്പോൾ എത്രയോ കാലം അവിടെ ഈ ദീർഘമായ ഗതാഗതക്കുരുക്കിൽ കിടന്നിട്ട് ടോൾ കൊടുത്തു പോകേണ്ടുന്ന സ്ഥിതിയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കോടതി വിധി എന്നത് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണല്ലേ. പിന്നല്ലേ, സമീപകാലത്ത് ഇത്രക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കിയ ഒരു കോടതി ഉത്തരവ്, ഒരു വിധി, ഇതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത എനിക്കുണ്ടായിട്ടില്ല. ഇത് വളരെ വിക്രമിൻ്റെ ഒരു മീമില്ലേ, അന്യൻ സിനിമയിൽ ഇങ്ങനെ
ഒരു വളരെ സാറ്റിസ്ഫാക്ടറി ആയിട്ട് നിൽക്കുന്നത്. അതാണ് ഇതിൻ്റെ മീം. അതായത് അത്രയ്ക്ക് ആശ്വാസകരവും സന്തോഷകരമായിട്ട് ഒരു വാർത്തയായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് നാട്ടിൽ തലശ്ശേരി പോയിട്ട് വന്നു. ട്രെയിനിലാണ് പോയത്. ഒരു 3-4 മാസമായിട്ട് അങ്ങോട്ട് പോകാനേ പറ്റിയിട്ടില്ല എന്ന് ഹർഷന് അറിയാം. അതായത് ഈ ഹർഷനും അങ്ങോട്ടൊരു ആവശ്യത്തിന് നമുക്ക് പോകാൻ പറ്റാത്ത വിധം റോഡ് ആകെപ്പാടെ തകർന്ന് കിടക്കുകയാണ്. ഒന്ന് ഹൈവേയുടെ പണി നടക്കുകയാണ്. നാളെ നല്ല ഭാവിയാണല്ലോ വരാനിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് നമ്മൾ ആരും ഹൈവേയിലെ പണി നടക്കുന്നതിനെ പറ്റിയോ അതിലെ ബുദ്ധിമുട്ടിനെ പറ്റിയിട്ടോ വല്ലാത്ത തോതിൽ സംസാരിക്കുന്നത്. കാരണം അതിലെ യാത്ര ചെയ്യുന്ന ആളുകൾക്കറിയാം ഇത് കഴിഞ്ഞ് പണി അതിവേഗത്തിൽ നടക്കുന്നുണ്ട്. പണി കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് സഞ്ചരിക്കാമല്ലോ എന്നൊരു തോന്നലുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് പുറപ്പെട്ടാൽ ഹർഷൻ തലശ്ശേരി എത്തുന്നവരെ, എനിക്ക് തലശ്ശേരി വരെയാണ് പോകേണ്ടത്, അതിനപ്പുറത്തേക്ക് പോകുന്ന ആൾക്കാണ് അങ്ങനെ വരെ ഒരു രക്ഷയുമില്ലാത്ത വിധമുള്ള യാത്രയാണ് കാറിൽ പോകുന്നത്. നമ്മൾ ഈ പണി തുടങ്ങുന്നതിന് മുമ്പ് നമ്മളതിൽ യാത്ര ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു രക്ഷയുമില്ല. കാറെടുത്ത് പോകാനേ പറ്റില്ല. അതുകൊണ്ട് ട്രെയിനാണ് ആകെയുള്ളൊരു ആലംബം. ട്രെയിൻ വഴി പോകാനാണെങ്കിൽ ഇപ്പോൾ എല്ലാവരും ട്രെയിൻ വഴി പോകുന്നതുകൊണ്ട് ഈ വാഹനം കാർ ഓടിച്ചൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് എല്ലാവരും ട്രെയിൻ വഴി പോകുന്നു. ടിക്കറ്റ് കിട്ടാനേ ഇല്ല. വലിയ ബുദ്ധിമുട്ടാണ് ഈ യാത്ര. ഇനി അതിന് മുമ്പാണെങ്കിൽ തന്നെയും ഹർഷൻ നേരത്തെ പറഞ്ഞു, ഈ പാലിയേക്കര എത്തിക്കഴിഞ്ഞാൽ നീണ്ട ക്യൂ ആണ്. ഇവരോടാണെങ്കിൽ ഒരു രക്ഷയുമില്ല. അവിടെ ഗുണ്ടായിസം പോലെയാണ് അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഇത് പണം കൊടുക്കുന്നതിന് ആർക്കാ ബുദ്ധിമുട്ട്? അതായത് നമ്മൾ നിയമം അനുശാസിച്ചിട്ട് ജീവിക്കുന്ന നിങ്ങളോട് ഈ പണം ടോളായിട്ട് വേണം എന്ന് പറഞ്ഞാൽ നമ്മളത് കൊടുത്തേ ബാധ്യസ്ഥരാകും. അതിപ്പോൾ കൈകൊണ്ട് കൊടുക്കേണ്ട, നമ്മുടെ ടാഗ് വഴി അങ്ങനെ പോയിക്കോളും. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ കടന്നു പോകേണ്ടതാണ്. പക്ഷേ അവിടെ വലിയ ക്യൂ ആണ് രൂപപ്പെടുന്നത്. റോഡ് കൂടെ നമ്മളിപ്പോൾ എറണാകുളത്ത് നിന്ന് അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന ഒരാൾ എത്രയോ ട്രാഫിക് ബ്ലോക്കുകൾ കടന്ന് ഹൈവേ പണിയിലെ ബുദ്ധിമുട്ടുകൾ കടന്ന് ഈ മഴക്കാലം കടന്ന് ഇവിടെ എത്തുമ്പോൾ അവരുടെ വക വലിയ ക്യൂ, അവരുടെ വക ബഹളം. അപ്പോൾ എനിക്ക് തോന്നിയ അതേ ആശ്വാസം ഏത് സാധാരണക്കാരനും അതുവഴി പോകുന്ന ആൾക്ക് ഉണ്ടായിട്ടുണ്ടാകണം. എത്രയോ തവണ അവിടെ കിടക്കുകയും ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്ത ആളുകൾക്ക് ഇത് എന്നിട്ടും അവർ ചെയ്തുണ്ടോ? അതായത് കോടതി ഉത്തരവിൻ്റെ പേപ്പർ ഇങ്ങോട്ട് കിട്ടട്ടെ എന്നതിന് ശേഷം മാത്രം കടത്തിവിടാം. അവിടെ ഗുണ്ടായിസമാണ് അവിടെ. പക്ഷേ ഈ യുവജന സംഘടന ASFO AYFO മറ്റോ ചെന്നിട്ട് ഈ ബഹളം വെച്ചതുകൊണ്ട് അത് വളരെ സന്തോഷകരമായ കാര്യം. എനിക്കിത് ഇതിൻ്റെ നിയമമൊന്നും അറിയില്ല. പിന്നെ ഇത് കുറച്ച് അതിര് കടന്നാണോ ഞാൻ പറയുന്നതെന്ന് അറിയില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഈ ഹൈവേയുടെ പണി സമ്പൂർണ്ണമായിട്ട് കഴിഞ്ഞ ഹൈവേ തുറന്ന് സംഗതി സ്മൂത്താകുന്നതുവരെ ഇവർ പൈസ വാങ്ങാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതെ, അങ്ങനെ തന്നെയാണ് വേണ്ടത്. അതാണ് കാരണം. ഇത് ഞാൻ പറഞ്ഞല്ലോ, 5 വാഹനങ്ങൾ അവിടെ ഒരുമിച്ച് കിടന്നാൽ കടത്തി വിടണമെന്നുള്ള നിർദ്ദേശം അടക്കം ഉണ്ട് കോടതിയിൽ. പക്ഷേ അതുപോലും ഒരു കാലത്തും അവിടെ പാലിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇത്രയും റോഡുകളിൽ മോശം റോഡിലൂടെ സഞ്ചരിച്ച് ഇത്രയും മണിക്കൂറുകൾ കാത്തു കിടന്ന് അവിടെ ടോൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ അല്ലല്ലോ അതിന് ഈ ഒരു സംവിധാനം പ്രവർത്തിക്കേണ്ടത്. നല്ല റോഡുകളിലൂടെ യാത്ര ചെയ്യുന്നതിനാണ് ടോൾ. ഇത് മാത്രമല്ല, യഥാർത്ഥത്തിൽ നമ്മൾ എന്തെല്ലാം റോഡ് ടാക്സ് നേരത്തെ കൊടുക്കുന്നുണ്ട്. സാധാരണക്കാരൻ വണ്ടി മേടിക്കുമ്പോൾ ടാക്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം അതായത് പല ആവർത്തി ഒരാളുടെ കയ്യിൽ നിന്ന് ടാക്സ് പിടുങ്ങുന്നുണ്ട്. ഈ റോഡ് പണിയുമായി ബന്ധപ്പെട്ട് റോഡിന് വേണ്ടി നല്ല റോഡുകൾ നമുക്ക് തരാം എന്നുള്ള ഉറപ്പിന്മേൽ, സർക്കാർ നൽകുന്ന ആ ഉറപ്പിന്മേൽ പൈസ കൊടുക്കുന്നുണ്ട്. ആകുമ്പോൾ തന്നെ പൈസ കൊടുക്കുന്നുണ്ട്. പക്ഷേ അതുണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല, പിന്നീട് ഈ ഹൈവേ പണി പൂർത്തിയാകുമ്പോൾ നമ്മൾ ടോൾ കൂടി അടയ്ക്കേണ്ട അവസ്ഥയുണ്ട്. എന്നാൽ പിന്നെ ടോളും കൊടുത്ത് പോയി കളയാമെന്ന് നമ്മൾ തീരുമാനിക്കുമ്പോൾ അവിടെ ഈ മോശം റോഡിലൂടെ നമ്മൾ യാത്ര ചെയ്യേണ്ടി വരുന്നു. ടോൾ കൊടുക്കാൻ വേണ്ടി നമ്മൾ കാത്തു നിൽക്കേണ്ടി വരുന്നു. ഈ ടോൾ പിരിവുകാരുടെ ഗുണ്ടായിസം സഹിക്കേണ്ടി വരുന്നു. ഈ കാശെല്ലാം കൂടി അങ്ങോട്ട് കൊടുത്തിട്ടാണെന്ന് ഓർക്കണം. ഇത് സഹിക്കേണ്ടി വരുന്നു എന്നുള്ള ഒരു അവസ്ഥ വളരെ ഗുരുതരമാണ്. മാത്രമല്ല, ഒരു കാര്യം കൂടി അതിനകത്ത് നോക്കേണ്ട സതീഷേ, അതായത് കഴിഞ്ഞ 10 വർഷത്തിനിടെ കേരളത്തിലുണ്ടായിട്ടുള്ള വാഹന പെരുപ്പം അത് നോക്കണം. കാരണം ഇവർ ആ കാലത്തുള്ള വാഹനങ്ങളുടെ എണ്ണമൊക്കെ വെച്ചിട്ട് അന്ന് കണക്കാക്കാവുന്ന ഒരു വാഹന പെരുപ്പമൊക്കെ കണക്കാക്കിക്കൊണ്ടാണ് ഈ ടോൾ പിരിവിനെ തീരുമാനിക്കുന്നത്. എത്ര വർഷം പിരിക്കാം, 2020 വരെ പിരിക്കാമെന്നുള്ള തീരുമാനമെടുക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല കേരളത്തിലെ വാഹന പെരുപ്പം പോകുന്നത്. എല്ലാ പ്രവചനങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് കേരളത്തിലെ വാഹന പെരുപ്പം. അതായത് 2016 ഈ സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിൻ്റെ എക്കണോമിക് റിവ്യൂ പ്രകാരം 2016 മാർച്ച് വരെ എത്രയാണ് 101.71 ലക്ഷം മോട്ടോർ വാഹനങ്ങളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരുന്നത്. പക്ഷേ പിന്നീട് അങ്ങോട്ട് കുതിച്ചു കയറ്റമാണ്. അതായത് 1000 പേർക്ക് 305 വാഹനങ്ങൾ എന്ന നിലക്കിൽ ആണ് ഈ 2016 വാഹന സാന്ദ്രത ഉണ്ടായിരുന്നത്. അത് പിന്നെ പിടിവിട്ട ഒരു പോക്കാണ്. അതായത് ഈ ഇരട്ടിക്കും ഓരോ വർഷവും ഇത് ഇരട്ടിക്ക് മേൽ ഈ വാഹനപ്പെരുപ്പം ഉണ്ടാവുന്ന തരത്തിലേക്ക് ഇതിൻ്റെ അനുപാതം വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ കണക്ക് കയ്യിൽ വെച്ചുകൊണ്ടല്ല ഇപ്പോൾ ഈ ടോൾ പിരിവ് നടക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് 3 ഇരട്ടി പണം അവരുണ്ടാക്കും. ഇരട്ടി പണം. ഇത് പലതവണ ഇപ്പോൾ ED റെയ്ഡ് നടന്നു, പലതവണ അവർക്ക് പിഴ ചുമത്തി. ഇതൊക്കെ എന്നിട്ടും ഇവർക്ക് ഇത് ഇങ്ങനെ തുടരാൻ കഴിയുന്നുള്ളത്. ഇതിന് മറ്റൊരു മാനദണ്ഡം വേണ്ടേ? ഇവർക്ക് അതിൻ്റെ പലിശയടക്കം തിരിച്ചു കിട്ടിയിട്ടുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അത് കണക്കാക്കി ഈ പരിപാടി അവസാനിപ്പിച്ചോളാൻ ഭരണകൂടം പറയേണ്ടതാണല്ലോ. അത് NHAIയോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരോ ഇടപെട്ട് ഈ പിരിവ് നിർത്താനുള്ള ഒരു നീക്കം നടത്തേണ്ടതാണ്. പക്ഷേ അത് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് കോടതിയുടെ ഭാഗത്തു നിന്ന്
അത്തരത്തിൽ കൂടി ഒരു ഇടപെടൽ ഉണ്ടാവണം. കാരണം ഇത് സമ്പൂർണ്ണമായി ഈ പിരിവ് ഇപ്പോൾ നടക്കുന്നത് ഇപ്പം ഹൈവേ അടുത്ത ഹൈവേ പൂർത്തിയാകുമ്പോൾ അവിടെ വേറെ ടോൾ കൊടുക്കേണ്ടി വരും. പക്ഷേ ഈ പാലിയേക്കരയിലെ ടോൾ പിരിവൊക്കെ അവസാനിപ്പിക്കാനുള്ള സമയമായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും അവിടെ സംഘർഷങ്ങൾ ഉണ്ടാകാനുള്ള ഒരു കാരണം സാധാരണക്കാരൻ ഇതിൻ്റെ കണക്കറിയാം. ഇതിപ്പോൾ കോടതിക്കോ NHAIക്കോ EDക്കോ മറ്റാർക്കും അല്ലെങ്കിൽ സർക്കാരിനോ ഒന്നും ബോധ്യപ്പെട്ടില്ലെങ്കിലും സാധാരണക്കാരന് ഈ കണക്ക് കൃത്യമായി അറിയാം. ഇവിടെ ഇവരെത്ര പിരിക്കുന്നുണ്ട്, എത്ര പിരിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളതും കേരളത്തിലെ വാഹനപ്പെരുപ്പവും ഒക്കെ അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സ്വാഭാവികമായ ഒരു ആത്മരോഷം ഉണ്ടാവും. പിന്നെയും അവിടെ പിടിച്ചു നിർത്തി ഈ ഗുണ്ടായുസത്തിന് നമ്മൾ വിധേയരാകേണ്ടി വരുന്നു എന്നുള്ള വലിയ സങ്കടത്തിലാണ് ആളുകൾ ഇവിടെ പോവുക. അപ്പോഴാണ് സ്വാഭാവികമായിട്ടും അവിടെ സംഘർഷം ഉണ്ടാകുന്നത്. അവരെ ഇവർ ഈ പറയുന്നത് പോലെ ഗുണ്ടകളെ പോലെ ഇവർ സാധാരണക്കാരെ കൈകാര്യം ചെയ്യുന്നു. അതുകൊണ്ട് ഇത് അവസാനിപ്പിക്കാനുള്ള മാർഗ്ഗമാണ് കോടതി അടക്കം ആലോചിക്കേണ്ടത്. പാലിയേക്കരയിലെ ടോൾ എത്രയോ വർഷമായി നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയമാണ്. റോഡ് വികസനത്തിന് ചെലവായതിൻ്റെ ഇരട്ടിയിലേറെ തുക ഇതുവരെ ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി പിരിച്ചെടുത്തു കഴിഞ്ഞു. അവരെ സംബന്ധിച്ച് ഈ പിരിവ് ഒരക്ഷയ പാത്രമാണ്. ചെളിക്കുളമായ വഴിയിൽ ഇഴയുന്ന യാത്രക്കാർക്ക് അതങ്ങനെയല്ല. പാലിയേക്കരയിലെ പിരിവ് അവസാനിപ്പിക്കാൻ സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന ചർച്ച നടക്കുന്നതിനിടെയാണ് ദേശീയപാത നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങുന്നത്. സമാന്തര റോഡുകളിലൂടെ പോലും ഗതാഗത സൗകര്യം ഒരുക്കാതെ ആളുകൾ മണിക്കൂറുകളോളം ചെളിക്കുളമായ വഴിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഈ ഘട്ടത്തിൽ കോടതി നടത്തിയ ഉചിതമായ ഇടപെടൽ പാലിയേക്കരയിലെ ഹൈവേ റോബറിക്കെതിരായ തുടർ ചർച്ചകൾക്ക് നാന്ദിയാകട്ടെ എന്ന് RDX ആശിക്കുന്നു. ഇടവേളയിലേക്ക്.